എങ്ങനെ എല്ലാവരും ഉഷാറല്ലേ? ഇന്ന് ഞാൻ വലിയൊരു സാഹസത്തിന് മുതിരാൻ പോവാണ് കേട്ടോ. എന്താണെന്നല്ലേ, ഒരു ഫുൾ ലെങ്ത് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹസികത്തിലാണ് ഞാനിപ്പോൾ. ഓക്കെ, അപ്പോൾ രാവിലെ 6:30 ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എങ്ങനെ എവിടെ എത്തും ഈ വീഡിയോ എന്നെനിക്ക് വലിയ ഐഡിയ ഇല്ല. എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് വന്നാൽ എന്തായാലും ഞാനതിന് ഔട്ടിടുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് ലൊക്കേഷൻ വരുന്നത് ഹോസ്പിറ്റലിലാണ്. രാവിലെ എത്തിയതിന് ശേഷം ഓൾ ആർട്ടിസ്റ്റ് ആയിരുന്നു ഇന്ന്. ഡബിൾ യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതിനൊരു തിക്കും തിരക്കും നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. രാവിലെ എല്ലാവരും ഒരുങ്ങി കറക്റ്റ് ടൈമിൽ റെഡി ആയിട്ട് എത്തുക എന്നുള്ളത് വളരെ ടാസ്ക് പിടിച്ചൊരു ടാസ്ക്കാണ്. അപ്പോൾ ആ ടാസ്കിൻ്റെ കുറച്ച് BTS ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും മെയിൻ ആർട്ടിസ്റ്റുകളും ഒക്കെ ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ണിമായ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ലൊക്കേഷൻ എപ്പോഴും നമുക്ക് വളരെ ഫണ്ണിയാണ് കേട്ടോ. കാരണം നമുക്ക് എല്ലാവരും അറിയുന്നവരൊക്കെ തന്നെയാണ്. ഇനീഷ്യലി ഉണ്ടാവുന്ന ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ അതാണ് എല്ലാവർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫാമിലി പോലെയാണ് നമുക്ക്. നമ്മളുടെ വർക്കിംഗ് സ്പേസ് വളരെ പോസിറ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ട് ഇരുന്നാൽ മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ടും അല്ലെങ്കിൽ നമുക്ക് അതിന് നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഉണ്ണിമായ ഓൾമോസ്റ്റ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി ഹെയർ ചെയ്യണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഓൺ സ്ക്രീനിൽ കാണുന്ന ആളുകളെ അല്ല കേട്ടോ ഓഫ് സ്ക്രീനിലുള്ളത്. ചിലവരൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് ഈ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നവരെ തല്ലാനും ചീത്ത വിളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് കരയുന്ന ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ ചോദിക്കും, എന്തിനാ മോളെ ഇത്രയും കരയുന്നതെന്ന്. ഇവരെ ഒരിക്കലും നിങ്ങൾ റിയൽ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്തത് ഒരു ഹോസ്പിറ്റലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് ഭാഗങ്ങളാണിത്. അപ്പം ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് അങ്ങനെ ഉണ്ണിമായ റെഡി ആയിട്ട് വന്നു. ഇന്ന് ഇപ്പോഴത്തെ എൻ്റെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് കോസ്റ്റ്യൂം സജഷൻസ് എന്തെങ്കിൽ പറയാം കേട്ടോ, കളർ കോമ്പിനേഷൻ ഒക്കെ. ഓണൊക്കെ അവിടെ വരെ ഓണൊക്കെ വന്നോണ്ടേ ഇരിക്കും. ഓണക്കൊടിയില്ലേ? ഓണക്കൊടി അത് നമുക്ക് രണ്ടാക്കും അങ്ങനെ അത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ശരി. അഞ്ജലി ശരത്തിന്റെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അതൊന്നും പറയാൻ എനിക്കറിയില്ല. സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ. അങ്ങനെ ഒരു സൈഡിലും ഷൂട്ടിംഗ് വളരെ ഗംഭീരമായി പുരോഗമിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത സൈഡിലും. ഇത് രണ്ടും രണ്ട് സ്ഥലങ്ങളിലായിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നത്. അത് നിങ്ങൾ എപ്പിസോഡുകൾ വരുമ്പോൾ കാണും. ഇത്രയും ടെക്നിക്കാലിറ്റി ഉള്ള ഒരു സാധനമാണ് സീരിയൽ. അപ്പോൾ ഈ ചെറിയ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.